ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം നിഫ്റ്റിയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ: ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ 19 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യാൻ, നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് 41 പോയിന്റ് സബ്സൈഡിലായിരുന്നു. ഓക്കെ, FTSE നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവ്ലി ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. CSE DXC നെഗറ്റീവിലാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഏഷ്യൻ മാർക്കറ്റ്സുകളിൽ പരിശോധിക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 129 പോയിന്റ് അപ്സൈഡിലാണ്. സോ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 100 പോയിന്റ് അപ്സൈഡ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇപ്പോൾ എടുക്കുന്ന ടൈം 6:56, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈം. ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തെയും കാര്യമാണ് പറയുന്നത്. 100 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് നമ്മൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുകയാണ്. നിക്കി 1% അപ്പാണ്, 654 പോയിന്റ്സ് അപ്സൈഡിൽ നിൽക്കുകയാണ്. സ്ട്രേറ്റ് ടൈംസ് 42 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ്. ഹാങ്സങ് 23 പോയിന്റ്സ് അപ്സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. തായ്വാൻ വെയ്റ്റഡ് എന്നാണ് ന്യൂട്രലി ക്ലോസ് ചെയ്തു. കോസ്പി നിലവിൽ നോക്കുകയാണെങ്കിൽ 4% അപ്പാണ്, 320 പോയിന്റാണ് അപ്സൈഡ്. അതായത് ആ ഒരു വോളറ്റിലിറ്റി ഏഷ്യൻ മാർക്കറ്റ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് മനസ്സിലാക്കാം. ജിപ്സി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്നു, ആൻഡ് അവിടെ നിന്ന് ഒരു കറക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ഒരു കറക്ഷൻ്റെ ഒരു ഗ്രാവിറ്റി നിങ്ങൾ നോക്കുക. വളരെയധികം സ്ലോ കറക്ഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു 50% അബവ് കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റിൽ. ഈ ഒരു സ്വിംഗ് ഹൈയിൽ നിന്നും ഈ ഒരു സ്വിംഗിൽ നിന്നും 50% താഴേക്ക് കറക്ഷൻ എത്തിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇൻട്രാഡേ ലെവൽസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ 24,000-ലേക്കാണ് മാർക്കറ്റ് എത്തിയത്. ഓക്കെ, ഇപ്പം ഈ നമ്മുടെ ലൈവ് നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്ന പലർക്കും അറിയാം, 24,000 എന്ന് പറയുന്നത് എത്തുമെന്ന് നമ്മൾ പല ദിവസങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു പോസിബിലിറ്റി മനസ്സിൽ കണ്ടാണ് നമ്മൾ പല ദിവസങ്ങളിലും മുന്നോട്ട് പോയത്. സോ 24,000 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻട്രാഡേ ലെവലിൽ മാർക്കറ്റിന് ഡിമാൻഡ് എടുക്കാൻ പറ്റിയ സോണ് തന്നെയാണ് ഇത്രയും ഏരിയ. 24,000 എന്ന് പറയുന്ന ഏരിയ 23,950 തൊട്ട് 24,000, ഈ ഒരു ഏരിയ മാർക്കറ്റിന് എന്തായാലും ഡിമാൻഡ് എടുക്കാൻ പറ്റിയ സോണ് തന്നെയാണ്. അവിടെ നിന്നും മാർക്കറ്റിന് ഇനി നമ്മൾ ഒരു അപ്സൈഡ് വരുവാണെങ്കിൽ ഇത്ര % മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ഏരിയയിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഒരു മോസ്റ്റ്ലി 1% മൂവ്. ഇതാണ് മാർക്കറ്റിൻ്റെ അടുത്ത സെല്ലിംഗ് സോൺ. 24,230, 200 പോയിന്റ്സിന് അപ്സൈഡ് ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന സോൺ എന്ന് പറയുന്നത് 24,340. ഓക്കെ, ഈ ഒരു സോൺ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. മാർക്കറ്റ് സ്ട്രക്ചറലി ഇനി നല്ല ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു ഏരിയ 24,340 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ് ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്തത് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഇതേപോലെ വയ്ക്കുക. മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിമാൻഡ് സോൺസിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. സോ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണ് എന്ന് വയ്ക്കുക എങ്കിൽ നമുക്ക് 23,800 പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സോൺസും ഡൗൺ സൈഡിൽ മാത്രം ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് കൂടുതൽ ഡൗൺ സൈഡ് ലെവലിൽ ഞാൻ വരയ്ക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ചാനലും കൂടെ ഉണ്ട്, അതും കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അത് ടെലിഗ്രാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് മാറ്റാമല്ലോ നമ്മുടെ മൂവ്മെൻറ്റ്സ്. സോ സ്റ്റോക്സിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ലേറ്റസ്റ്റ് റിസൾട്ട് വരുന്ന കമ്പനികളുണ്ട്. ഇന്ന് മണിപ്പാൽ ഹെൽത്ത് എൻ്റർപ്രൈസ്, SPEL സെമി കണ്ടക്ടർ, സ്റ്റാൻഡേർഡ് സർഫക്റ്റൻസ് എന്ന കമ്പനികളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് എന്ന് വരുവാണെങ്കിൽ സോ അതും ശ്രദ്ധിക്കാം. എക്സ്ട്രാനെക് ടെക്നോളജീസ് അവരുടെ പ്രോഫിറ്റ് സൂം ചെയ്ത് റവന്യൂ ജമ്പ് ചെയ്ത ന്യൂസ് ഉണ്ട്. ലോഹിയ കോർപ്പറേഷൻ്റെ പ്രോഫിറ്റ് 4 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. 16.90 കോടിയിൽ നിന്നും 66 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ EMS ലോവസ്റ്റ് ബിഡർ സ്റ്റാറ്റസ് ആയിട്ട് വന്നിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ ഒരു ഓർഡറാണ്. സോ ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ്. എസ്റ്റിമേറ്റഡ് ഓർഡർ വാല്യൂ 190 കോടിയാണ്. സോ കീപ്പ് ഇൻ വാച്ചസ്. ഓക്കെ, അപ്പം വേറെ ന്യൂസസ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാം. ആൻഡ് എൻ്റെ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കുകൾ ഞാൻ റിവീൽ ചെയ്യാം. ഇന്ന് മൊമെൻറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന കമ്പനികളിലൊന്ന് റെഡിങ്ടൺ ആണ്. ബ്രേക്ക് ഔട്ട് റേറ്റ് സെറ്റപ്പിൽ റെഡിങ്ടൺ നിൽപ്പുണ്ട് 335. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാണ് റെഡിങ്ടൺ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. ഒരു 8% മൂവ്മെൻറ്റ് ഇനിഷ്യലും അതിനുശേഷം ഒരു 380 റേഞ്ചിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. റെഡിങ്ടൺ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇടുക. എൻ്റെ ടാർഗറ്റ് ബേസിക്കലി 20% ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 20% മൂവ്മെൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ്
നല്ലൊരു ഗ്യാപ്പ് ഇവിടെ ഇതിലുള്ള ഒരു റിസ്ക് ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് മേ ബി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുമെന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ റൂൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. 322 എബോവ് ട്രേഡ് ചെയ്യുവാണെങ്കിൽ റെഡിങ്ടൺ സേഫ് ആണ്, അല്ലാത്ത പക്ഷം താഴത്തെ ഏരിയയിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 360 and 400. ഓക്കെ, പിന്നെ ഈ സ്റ്റോക്ക് ഇത് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ പറഞ്ഞതാണ്, റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതിരിക്കുക. ഓക്കെ, ഒറ്റ സ്റ്റോക്ക് ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നമുക്കുള്ളത് എല്ലാം പബ്ലിക് ഗ്രൂപ്പിൽ ആൻഡ് പേഴ്സണലി നമുക്ക് മെസ്സേജ് ചെയ്യുന്ന ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.